സർ, ലോകത്തെ ഞെട്ടിച്ച ഒരു ചർച്ച ഇന്ന് നടക്കുകയാണ്. റഷ്യയും അമേരിക്കയും ഇസ്താംബൂളിൽ വെച്ചാണ് ആ ചർച്ച നടക്കുന്നത്. റഷ്യക്കെതിരെ അമേരിക്ക ഉപരോധമൊക്കെ ഏർപ്പെടുത്തിയിരുന്നതാണ് ആ ഉക്രൈൻ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ. ആ ഉപരോധം പിൻവലിക്കും, റഷ്യയുമായി കൂടുതൽ സഹകരിക്കും അമേരിക്ക എന്നാണ് ലഭ്യമാകുന്ന വിവരം. എന്താണ് സാർ അതിൻ്റെ വിശദാംശങ്ങൾ? ഈ 2022 ഫെബ്രുവരി മുതൽ US 43 ലക്ഷം കോടി രൂപയാണ് ഈ ഉക്രൈന് കൊടുത്തത്, യുദ്ധസഹായമായിട്ട് കൊടുത്തത്. ഇനി ഇതങ്ങനെ തുടരാനായിട്ട് പറ്റുന്ന കാര്യമല്ല. അപ്പോൾ ഇത് മുമ്പോട്ട് കൊണ്ടുപോകാൻ ട്രംപിന് താല്പര്യവും ഇല്ല എന്നുള്ളതാണ്. ഉക്രൈൻ്റെ ഭാവി സുരക്ഷ എന്നുള്ളതാണ് ലക്ഷ്യമിടുന്നത്. അത് ആയുധങ്ങൾ നൽകുന്ന കാര്യമൊക്കെ ചർച്ചയിൽ വരും എന്നുള്ളതാണ്. അപ്പോൾ ഇതിനോടൊപ്പം തന്നെ പറയേണ്ടത് പ്രകൃതി വിഭവ കരാർ, അതായത് ഉക്രൈനിലെ പ്രകൃതി വിഭവങ്ങൾ US-ന് ആയിട്ട് കൊടുക്കുന്നതിൽ ഒരു കരാർ ഒപ്പുവയ്ക്കുന്നതിനെക്കുറിച്ചും ഇവർ ചർച്ച ചെയ്യുന്നുണ്ട് ഉക്രൈനുമായിട്ട്. പിന്നെ US-ഉം റഷ്യയും എന്നുള്ള ചർച്ച ഇസ്താംബൂളിൽ നടക്കുന്നുണ്ട്. അതിനകത്ത് ഉണ്ടാകുന്നത് ഒരുപക്ഷെ വളരെ ആശാവഹമായിട്ടുള്ള തീരുമാനം തന്നെ ആയിരിക്കും. കാരണം റഷ്യ ഇത്രത്തോളം ഉക്രൈന് മേൽ ആധിപത്യം സ്ഥാപിച്ചത് അതിനെ ഇനിയിപ്പോൾ നിയന്ത്രിച്ച് മുമ്പോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് ട്രംപ് ലക്ഷ്യമിടുന്നത്. ട്രംപ് അധികാരത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ പറയുകയുണ്ടായി ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കണം എന്നുള്ളത്. എല്ലാ യുദ്ധത്തിനും എതിരായിട്ടുള്ള രീതിയിലാണ് ട്രംപ് സംസാരിച്ചത്. ഇപ്പം ഇസ്രായേൽ ഗാസ അവിടെ യുദ്ധം വെടിനിർത്തലുണ്ടായി, ബന്ദികളെയൊക്കെ കിട്ടിയത് നമുക്കറിയാം. മോചിപ്പിക്കാനുണ്ട്, ജീവനോടുകൂടിയല്ല. ഗാസയിൽ എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നുള്ളത് എന്നുള്ളതും ട്രംപ് വ്യക്തമാക്കുകയും ചെയ്തു. അപ്പോൾ ഇവിടെ ഉക്രൈൻ്റെ കാര്യത്തിനകത്തും US ഒരു നേതൃത്വം വഹിക്കുമെന്നുള്ളത് ഉറപ്പാണ്. എന്തായാലും സാർ, ഈ ഉക്രൈൻ ഒരു യൂറോപ്യൻ യൂണിയനുമായിട്ട് ചേർന്ന് അമേരിക്കയുമായിട്ട് ചേർന്ന് റഷ്യക്ക് ഒരു വലിയ വെല്ലുവിളി ഉയർത്തിയിരുന്നു. ആ വെല്ലുവിളിക്കെതിരെയാണ് റഷ്യ ആഞ്ഞടിക്കുകയും ഉക്രൈനെ തകർക്കാൻ ശ്രമിക്കുകയും ചെയ്തത്. അപ്പോൾ ആ സമയത്ത് ഈ ബൈഡൻ സർക്കാർ ആളും അർത്ഥവും ഒക്കെ കൊടുത്ത് സഹായിച്ചു ഉക്രൈനെ. പക്ഷെ ഒരു സഹായവും വിലപ്പോയില്ല. റഷ്യയുടെ മുന്നിൽ ഉക്രൈനിന് പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. അങ്ങനെയാണ് ഇവർ റഷ്യക്കെതിരെ ഈ ഉപരോധം ഏർപ്പെടുത്തിയത്. പക്ഷേ ഇന്ത്യയുടെയും ചൈനയുടെയും ഇടപെടൽ കൊണ്ട് റഷ്യ ആ ഉപരോധത്തെ അതിജീവിച്ചു. ഇപ്പോൾ ട്രംപ് വന്ന് ഈ റഷ്യയുമായിട്ട് ചർച്ച നടത്തി ഉപരോധം പിൻവലിച്ച് റഷ്യ യൂറോപ്പുമായിട്ടും അമേരിക്കയുമായിട്ടുമുള്ള മറ്റ് വാണിജ്യ വ്യവസായ ഇടപാടുകളെല്ലാം കുറെ കൂടി വിപുലീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ഉക്രൈൻ്റെ കാര്യത്തിൽ എന്താണ് റഷ്യയുടെ നിലപാട് എന്തായിരിക്കും? റഷ്യ ഈ ഉക്രൈനെ പരിപൂർണമായിട്ടും വിട്ടുകൊടുക്കുമോ? കാരണം ഒരുപാട് റഷ്യൻ ഭാഷ സംസാരിക്കുന്ന ആൾക്കാർ ഉക്രൈനിലുണ്ട്. ഉക്രൈനിലെ പ്രകൃതി വിഭവങ്ങളിൽ റഷ്യയ്ക്കും താല്പര്യമുണ്ട്. അപ്പോൾ എന്തായിരിക്കും അവിടുത്തെ റഷ്യയുടെ ഒരു നിലപാടിനി എങ്ങനെയായിരിക്കും? ഈ ബൈഡൻ്റെ കാലത്ത് ഒരുപാട് സഹായം ചെയ്തു എന്നല്ലേ പറയുന്നത്. അതൊന്നും വലിയ ഫലവത്തായില്ലെന്നും പറയുന്നു. ബൈഡൻ്റെ കാലത്ത് എവിടെല്ലാം സഹായം പോയി? ഏതെങ്കിലും ഫലവത്തായോ? ബംഗ്ലാദേശിലേക്ക് ഒഴുകിയത് എന്തിനു വേണ്ടി അല്ലേ? ഇന്ത്യയെ തെരഞ്ഞെടുപ്പിന് അട്ടിമറിക്കാനുള്ള ശ്രമം. ബൈഡൻ്റെ ഒഴുക്കിയ പണം മുഴുവൻ വെള്ളത്തിൽ വരച്ചതുപോലെ ആയി. പക്ഷേ ലോകത്ത് മുഴുവൻ ഒരു അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കാൻ വേണ്ടിയുള്ളതായിരുന്നു ബൈഡൻ നടത്തിയിട്ടുള്ളത്. പിന്നെ ഇവിടെ ഈ പറഞ്ഞത് റഷ്യയുടെ ഒരു അധീനതയിൽ നിന്ന് യുക്രൈന് മോചനം ഉണ്ടാകുമോ എന്നുള്ളതാണ് ഒരു പ്രധാന പ്രശ്നം. അതിന് സെലൻസ്കിയും നാളെ അങ്ങോട്ടേക്ക് പോവുകയാണ്. അത് വളരെ പ്രധാന ചരിത്രപരമായിട്ടുള്ള വലിയൊരു തീരുമാനമായിരിക്കും അവിടെ ഉണ്ടാകാൻ പോകുന്നത്. ട്രംപ് ഇടപെട്ടത് കൊണ്ട് ഈ ഉക്രൈന് ഒരു ആശ്വാസം ഉണ്ടാകും. അവിടെ പറയുന്നത് സ്വതന്ത്ര പരമാധികാര സുരക്ഷിത ഉക്രൈനാണ് US ആഗ്രഹിക്കുന്നത്. സ്വതന്ത്ര പരമാധികാര സുരക്ഷിത ഉക്രൈൻ. അപ്പം അതായത് റഷ്യ ഈ കാര്യത്തിൽ, അതുകൊണ്ടാണ് ഇന്ന് റഷ്യയുമായിട്ടുള്ള ചർച്ച ലോകം ഉറ്റുനോക്കുകയാണ്, അമേരിക്ക റഷ്യ ചർച്ച.
അപ്പോൾ റഷ്യ ഈ ആക്രമണത്തിൽ നിന്നും യുദ്ധത്തിൽ നിന്നും ഏതാണ്ട് പിൻവാങ്ങും എന്നാണ് അത് നൽകുന്ന സൂചന, അല്ലേ? അല്ല, ട്രംപിന്റെ വാക്കല്ലേ. അപ്പോൾ അത് പിന്നെ വെറുതെ ഒരു സൂചന മാത്രം കൊടുക്കുകയല്ല, അതൊരു ശാസന പോലെ ആയിരിക്കും, ഒരു അന്ത്യശാസനം ആയിരിക്കും ട്രംപ് നൽകുന്നത്. ഒഴിഞ്ഞ് മാറിയേ പറ്റൂ. ഉക്രൈന് ഒരു സ്വതന്ത്ര പരമാധികാര സുരക്ഷിത രാജ്യം എന്നുള്ള രീതിയിൽ മാറ്റണം. അപ്പോൾ ഇതിനകത്ത് ഈ അങ്ങനെയാണെങ്കിൽ റഷ്യ വെറുതെ അങ്ങ് പിന്മാറുമോ? കാരണം ഉക്രൈനിലെ പ്രകൃതി വിഭവങ്ങളിൽ റഷ്യക്കും കണ്ണുണ്ട്. റഷ്യ അങ്ങനെ വെറുതെ പിന്മാറുമോ? ഈ ഉപരോധമൊക്കെ പിൻവലിച്ച് അമേരിക്ക എന്തെങ്കിലും ഒരു നീക്കുപോക്ക് നടത്താതെ, റഷ്യക്ക് ഗുണകരമാകുന്ന ഒരു തീരുമാനം ഉണ്ടാകാതെ അങ്ങനെ റഷ്യ അങ്ങ് പിന്മാറുമോ? റഷ്യക്ക് നൽകിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അമേരിക്ക. അതൊക്കെ നിലനിന്ന് പോകണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ തരത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായേ പറ്റുകയുള്ളൂ. ഈ ഉക്രൈനിലെ പ്രകൃതി വിഭവ കാര്യങ്ങളിലൊന്നും റഷ്യയുടെ കണ്ണുണ്ടെങ്കിലും അതൊന്നും യാഥാർത്ഥ്യമാകാൻ പോകുന്നില്ല. ആ ഒരു കരാറിലേക്കാണ് ട്രംപ് നീങ്ങുന്നത്. ട്രംപ് നല്ല ഒന്നാം തരം കച്ചവടക്കാരനാണ്. കച്ചവടക്കാരനടുക്ക ചെന്ന് ഈ മറ്റു തരത്തിൽ അത് കയ്യിലിരിക്കുന്നതൊക്കെ തട്ടിയെടുത്തുകൊണ്ട് വരാൻ നടത്തുന്നത് പോലെ ഇരിക്കും റഷ്യ നടത്തുന്ന നീക്കം. അതെന്തായാലും വിലപ്പോയില്ല എന്നുള്ളത് ഉറപ്പാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ വേറെ തരത്തിലുള്ള ഉപരോധം റഷ്യക്ക് നേരിടേണ്ടി വരുമെന്നുള്ളതാണ്. അതവർക്ക് പിന്നെയും വലിയ വെല്ലുവിളി ഉണ്ടാക്കുകയും ചെയ്യും. അല്ല, റഷ്യയുടെ ഒരു വലിയ വിജയം ഉക്രൈൻ നാറ്റോ സഖ്യത്തിൽ ഉൾപ്പെടുകയും നാറ്റോ രാജ്യങ്ങളുടെ പിന്തുണ ഉക്രൈനിന് കിട്ടുകയും ചെയ്യും എന്ന് പ്രതീക്ഷിച്ചിരുന്നു. അതിന് ബൈഡനും അണ്ടർഗ്രൗണ്ടിലൂടെ ശ്രമിച്ചു, പക്ഷെ അത് വിജയിച്ചില്ല, നടന്നുമില്ല. അത് റഷ്യയുടെ ഒരു വലിയ നയതന്ത്ര വിജയം തന്നെയാണ്. റഷ്യ അക്കാര്യത്തിൽ ഉക്രൈനെ വരിഞ്ഞു മുറുക്കി 4 വശത്തു നിന്നും പൂട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് റഷ്യ കൊണ്ടെത്തിച്ചു. അത് റഷ്യയുടെ വിജയമാണ്. പക്ഷേ ഈ പറയുന്നത് പോലെ റഷ്യ യുക്രൈനെ അങ്ങ് കൈയൊഴിഞ്ഞു പോകുമോ എന്നുള്ളതാണ് ഈ വിദേശകാര്യ വിദഗ്ധന്മാരെല്ലാം ഉറ്റുനോക്കുന്നത്. ഈ നാറ്റോ പ്രശ്നം തന്നെയാണല്ലോ ഒരു യുദ്ധത്തിലേക്ക് നയിച്ചത്. അതെ. അപ്പോൾ അങ്ങനെ വിട്ടുപോകുമോ ഇല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രംപിന്റെ ഇടപെടൽ ഉള്ളത് കൊണ്ട് നമുക്ക് വഴങ്ങേണ്ടി വരും. നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. വളരെ ആകാംക്ഷയോടുകൂടി നിൽക്കുകയാണ് ലോകം. ഇതിലെന്തായിരിക്കും റഷ്യയുടെ നിലപാട് എന്നുള്ളതാണ്. കാരണം ട്രംപിൻ്റെ ചില വാക്കുകൾക്ക് വഴങ്ങിക്കൊടുക്കേണ്ടി വരും. ഇപ്പോൾ തന്നെ ഗാസയുടെ കാര്യം പറഞ്ഞപ്പോൾ ഈജിപ്ത്, ജോർജിയ ഒക്കെ, ജോർദാനൊക്കെ ആദ്യം എതിർപ്പ് പറഞ്ഞു, പക്ഷെ പിന്നീട് അവർ വഴങ്ങി. അപ്പൊ ജോർദാനൊക്കെ എതിർപ്പ് പ്രകടിപ്പിച്ചുവെങ്കിലും പിന്നീട് ഇതിനകത്ത് യാതൊരു ചലനമൊന്നും ഉണ്ടായില്ല. അവർ ശിരസ വഹിച്ചു ആജ്ഞ എന്നുള്ള രീതിയിൽ. ഇവിടെ മറ്റൊരു കാര്യം കൂടി അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്താം. ഈ ട്രംപും പുടിനും തമ്മിൽ വ്യക്തിപരമായിട്ട് നല്ല ബന്ധമാണ്. പിന്നെ ഈ വിഷയത്തിൽ ഇപ്പോൾ ഇന്ത്യ തുടക്കം തൊട്ട് ഈ കാര്യത്തിൽ റഷ്യയെ കുറ്റപ്പെടുത്താൻ ഇന്ത്യ ഒരിക്കലും തയ്യാറായില്ല എന്ന് മാത്രമല്ല, ഈ ബൈഡൻ സർക്കാർ ഏർപ്പെടുത്തിയ ഉപരോധത്തെ അതിജീവിക്കാൻ റഷ്യയെ സഹായിച്ചത് ഇന്ത്യയും ചൈനയുമാണ്. അങ്ങനെ ഒരു കാര്യം ഇതിനകത്തുണ്ട്. അല്ല, ഇപ്പം നരേന്ദ്രമോദിയും പുടിനും തമ്മിൽ നല്ല ബന്ധമല്ലേ? ഇതൊരു ട്രയാങ്കിൾ റിലേഷനാണ്. ഈ പുടിൻ, ട്രംപ്, നരേന്ദ്രമോദി. ഇത് ഈ പറയുന്ന അതൊരു വർക്കൗട്ടായി കഴിഞ്ഞാൽ ഈ പറയുന്നത് പോലെ റഷ്യക്ക് വലിയ പരിക്കില്ലാതെ തന്നെ ഈ യുക്രൈൻ യുദ്ധം അവസാനിപ്പിച്ച് റഷ്യ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ സാധിച്ചെടുക്കാം എന്നാണോ? അല്ല, റഷ്യ അതൊന്നും നടക്കുമെന്ന് തോന്നുന്നില്ല. കാരണം റഷ്യ അത്തരത്തിലുള്ള ട്രംപായതുകൊണ്ടാണ് നീക്കം നടത്തുന്നുണ്ടെങ്കിലും ട്രംപിന്റെ അടുക്കൽ നടക്കത്തില്ല. പക്ഷെ ബൈഡൻ ആയിരുന്നുവെങ്കിൽ ചിലപ്പോൾ കാര്യങ്ങളൊക്കെ നടന്നു എന്ന് വരാം. റഷ്യ വരട്ടി. ഇപ്പൊ ഇത്രയും ബൈഡന്റെ കാലം മുതലല്ലേ ഈ സഹായം കൊടുത്തത്? 2022 മുതൽ 43 ലക്ഷം കോടി ഉക്രൈന് കൊടുത്തു എന്ന് പറയുന്നുണ്ട്. അല്ല, അതിപ്പം ട്രംപ് തിരിച്ചു പിടിക്കും. കാരണം അവിടെ കുഴിച്ച് എടുക്കാവുന്ന എല്ലാം എടുത്തോണ്ടോ. അവിടുന്ന് ഭൂമിക്കടിയിൽ കിടക്കുന്ന റെയർ മെറ്റലുകളുണ്ട്, ലിഥിയം ഉണ്ട്, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട് ഉക്രൈനിൽ. അതെല്ലാം ട്രംപ് വളരെ പെട്ടെന്ന് തന്നെ കടത്തിക്കൊണ്ട്. അല്ലെ, ട്രംപിന്റെ കണ്ണ് അവിടെയാണ്. അതെ, അതുകൊണ്ടാണ് റഷ്യയെ ഒന്ന് അനുനയിപ്പിച്ചുകൊണ്ട് കാര്യങ്ങളിലേക്ക് ഈ ചർച്ച വളരെ പ്രധാനപ്പെട്ട ചർച്ചയല്ലേ. അപ്പോൾ ആ ചർച്ച വന്നു കഴിഞ്ഞാൽ ഒന്ന് അനുനയിപ്പിച്ച് വളരെ തന്ത്രപൂർവ്വം ട്രംപ് കാര്യത്തിലേക്ക് മാറുമെന്നുള്ളതാണ്. കാരണം ട്രംപ് കച്ചവടക്കാരനായതുകൊണ്ട് ആ കച്ചവടക്കാരൻ്റെ എല്ലാ പൊതു ഗുണങ്ങളും കാണിച്ചിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ കയ്യിലത് ഒപ്പിക്കാനുള്ള തന്ത്രം
ട്രംപിൻ്റെ കയ്യിലുണ്ട്. അത് വേറെ ആരും പറഞ്ഞു കൊടുക്കണ്ട. മാർപ്പാപ്പയെ കുമ്പസരിക്കാൻ പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അതെ. ആ, എന്തായാലും നമുക്ക് ഇന്നത്തെ ഇസ്താംബൂളിലെ ചർച്ച കഴിയുന്നത് വരെ കാത്തിരിക്കാം. റഷ്യയും അമേരിക്കയും കൂടി കൃത്യമായൊരു ധാരണ ഉണ്ടാക്കിയിട്ട് തന്നെ ആയിരിക്കും പിരിയുക. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും സെലൻസ്കിയെ അമേരിക്ക പൂട്ടുകയും ചെയ്യുക.